ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ആരോടും ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് അനുമോളെയൊക്കെ പറഞ്ഞു വിട്ടത്. അനുമോളെ, അനീഷിനെ, സാബുമോനും അനീഷും അത് കേട്ട് അനുമോൾ വന്ന വഴി ടാസ്ക് ബുക്ക് എടുത്തില്ലേ വായിച്ചിട്ട് പറയാണ്, ഓ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആദ്യ വെസൽ പൂർത്തിയാക്കുന്നവർക്ക് 9 പോയിൻറ്റും ഏറ്റവും അവസാനം പൂർത്തിയാക്കുന്ന ആൾക്ക് 1 പോയിൻറ്റും ഒന്നാണ്. വായിച്ച് കഴിഞ്ഞ ഉടനെ പറയാണ്, എനിക്ക് 1 പോയിൻറ്റ് കിട്ടും, 1 പോയിൻറ്റ് കിട്ടും. അയ്യോ കഷ്ടം അനുമോളെ. ചില സമയത്ത് അനുമോളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, പറയാൻ പോലും പറ്റുന്നില്ല. അതിനകത്ത് നോക്കിയിരിക്കുമായിരുന്നു. അപ്പം അതിൽ ചോദിക്കുന്നത് ക്ഷമ വേണമില്ലേ? ആ ക്ഷമ വേണം. അപ്പോൾ അതിൽ ചോദിക്കുന്നത് ഏത് ഡ്രസ്സ് ഇട്ടാലും ഓക്കെയാണ്? ആ ഏത് ഡ്രസ്സ് ഇട്ടാലും ഓക്കെയാണ്. ക്ഷമ വേണം, ടെൻഷൻ അടിക്കരുത്, വെപ്രാളം കാണിക്കരുത്, സ്പീഡ് വേണം കേട്ടോ. അതാണ് ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് വന്നിരുന്നു ഒന്നും പറയില്ലെന്ന് പറഞ്ഞു വിട്ട ആളാണ് ഈ ഇരുന്ന് പറയുന്നത്. ടെൻഷൻ അടിക്കരുത്, പിന്നെ ബുദ്ധി, എന്നിട്ടൊരു ചിരി ഇരിച്ചിട്ട് പറയാം പറ്റും. എനിക്ക് പറ്റിയില്ലേ, അപ്പം പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും, എല്ലാവർക്കും പറ്റും. എനിക്ക് പറ്റിയതുകൊണ്ട് എല്ലാവർക്കും പറ്റും, അങ്ങനെ വിചാരിക്കും കേട്ടോ. അതിലെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് പറ്റിയില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റും. ഇത് ശരിക്കും ലൈവിൽ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ചിരി വരും. പക്ഷേ ഞാൻ വെച്ചത് കറക്റ്റാണോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് അനുമോള്. ഞാനിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ടെൻഷൻ അടിക്കാൻ പാടില്ലായിരുന്നു, വെപ്രാളം കാണിക്കാൻ പാടില്ലായിരുന്നു, കൂളായിട്ട് നിൽക്കണമായിരുന്നു. ഇതെല്ലാം ഇപ്പം ഞാൻ ആലോചിക്കുക. വേറൊന്നും ചിന്തിച്ചില്ല, 9 പോയിൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല, പോയിൻറ്റിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. പക്ഷേ എനിക്ക് ടാസ്ക് നല്ലോണം ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യം ആ ടാസ്ക് കണ്ടത് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടുപേരോടെ സംസാരിക്കുന്നത് ഇന്നലത്തെ ടാസ്കിനെ പറ്റിയാണ്. ഞാൻ ഇറങ്ങിയപ്പം തന്നെ നൂറയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു, വെറുതെ 3 മണിക്കൂർ നിൽക്കേണ്ടായിരുന്നു. ഞാൻ 4 മണിക്കൂർ നിൽക്കേണ്ടായിരുന്നു, ഞാൻ 3 മണിക്കൂർ നിന്നില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് നൂറയ്ക്ക് അപ്പോഴേ ഇറങ്ങാമായിരുന്നു. അപ്പോഴേ ഇറങ്ങിയാലും നൂറയ്ക്ക് 7 പോയിൻറ്റ് കിട്ടും. നൂറ പിന്നെയും 1 മണിക്കൂർ നിന്നില്ലേ, അപ്പോഴും കിട്ടിയത് 7 പോയിൻ്റ് അല്ലേ. ഇതൊക്കെയാണ് അനുമോൾ പറയുന്നത്. സാബുമാനും ആര്യനും എന്തായാലും നിൽക്കും, അപ്പം പിന്നെ നമ്മൾ അത്രയും സമയം നിന്നിട്ട് കാര്യമില്ലെന്നാണ് അനുമോൾ പറയുന്നത്. നമ്മൾ കളിച്ച് ജയിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അതാണ് ആ പാവയുടെ ടാസ്കിലൊക്കെ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ അത്രയും പോയിൻ്റ് എടുത്തെന്നുള്ളൊരിതില്ലേ, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. ഗ്രാൻഡ് ഫിനാലേക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടില്ല എന്ന് പറയാം. നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടൂലടാ, അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അനുമോൾ പറയാണ്, ബിഗ് ബോസ് ഒന്നും പറയില്ലെന്ന് പറഞ്ഞു വിട്ടതാ. ഇനി ഇതിൻ്റെ ബാക്കി റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.